ബിസ്മില്ലാ അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ മഹാരിജുൽ ഹുറൂഫിനെ പറ്റി ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാവിനെ പറ്റിയാണ്. നാവിൽ നിന്നും നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട് 10 മഹറജിൽ നിന്നും 18 അക്ഷരങ്ങൾ ആണ് പുറപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഏറ്റവും അറ്റത്തുള്ള ഏറ്റവും അറ്റത്ത് അഖ്സൽ ലിസാനിൽ നിന്നുള്ള 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഖാഫ് ആൻഡ് കാഫ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ നമ്മൾ വസത്ത ലിസാനിൽ നിന്നുള്ള 3 അക്ഷരങ്ങൾ ജീം, ഷീൻ, യ, ഇത് 3 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇതൊക്കെ നമ്മൾ നാവിൻ്റെ അരികിൽ നിന്ന് ഹാഫത്തുൽ ലിസാനിൽ നിന്നുള്ള ളാദ്, ലാം, അങ്ങനെ 2 അക്ഷരം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ 3 അക്ഷരങ്ങളാണ്. സ്വാദ്, സീൻ, സായ്, അങ്ങനെ 3 അക്ഷരങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാഹ്. നാവിൻ്റെ തുമ്പിൽ നിന്നാണ് അല്ലെങ്കിൽ തറഫുൽ ലിസാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത്. ഒരു മഹ്റജിൽ നിന്നുള്ള ഒരു മഹ്റജ് ഹാസ്വയായിട്ടുള്ള ഒരു മഹ്റജിൻ്റെ ഏറ്റവും കൂടുതൽ അക്ഷരങ്ങൾ പുറപ്പെടുന്നത് നാവിൻ്റെ തുമ്പത്ത് നിന്നാണ്, അല്ലെങ്കിൽ തറഫുൽ ലിസാനിൽ നിന്നാണ്. അപ്പോൾ തറഫുൽ ലിസാനിൽ നിന്നും 5 മഹ്റജിൽ നിന്നായി 11 അക്ഷരങ്ങൾ പുറപ്പെടുന്നുണ്ട്. 5 മഹ്റജാണുള്ളത്, അതിൽ നിന്നും 11 അക്ഷരങ്ങളാണ് പുറപ്പെടുന്നത്. നമ്മൾ 2 നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ, അറ, നൂൻ, 2 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഈ 3 ലെറ്ററാണ്: സീൻ, സായ്, സ്വാദ്. ഓക്കെ, ഈ 3 ലെറ്ററിനെയും അൽ ഹുറൂഫ് സ്വഫീർ എന്ന് പറയും. സ്വഫീർ എന്ന് പറഞ്ഞാൽ ചൂളം വിളിയുള്ള അല്ലെങ്കിൽ വിസ്ലിംഗ് സൗണ്ടുള്ള അക്ഷരങ്ങളാണ് സീൻ, സായ്, സ്വാദ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് അതിനെ അങ്ങനെ ആ ഒരു പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ മഹ്റജ് എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, നാവിൻ്റെ അറ്റം നമ്മളിപ്പോൾ കാണും. നാവിൻ്റെ അറ്റം എവിടെയാണ് എന്നുള്ളത്, നാവിൻ്റെ അറ്റം താഴത്തെ 2 മുൻപല്ലുകളുടെ മുരട് ഭാഗത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിഭാഗത്ത് സ്പർശിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്പർശിച്ച് കഴിയുന്ന സമയത്ത് ഒരു സൗണ്ട് പുറത്തേക്ക് വരും. അങ്ങനെ പുറപ്പെടുന്ന സൗണ്ടിനെ താഴത്തെയും മുകളിലത്തെയും മുൻപല്ലുകളുടെ വടവിലൂടെ, താഴത്തെയും മുകളിലത്തെയും പല്ലിനൊരു ചെറിയ വടവുണ്ടാവും. അപ്പോൾ വടവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, അക്ഷരങ്ങൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഈ 3 ലെറ്റേഴ്സിനും ഒരേപോലത്തെ മഹ്റജാണ്, സെയിം മഹ്റജാണ്. സ്വാദിനൊരു ഇത്തിരി വ്യത്യാസമുണ്ട്, കുറച്ച് മേലോട്ട് ഉണ്ടാവും. ഓക്കെ, സാധാരണത്തേക്കാൾ നാവിൻ്റെ റെസ്റ്റിംഗ് പൊസിഷനിലേക്കാണ് ഇത്തിരി കൂടി താഴോട്ടായിരിക്കും നാവ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ സ്വാദിന് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സ്വാദ് ഹെവി ലെറ്ററാണ്. ഇപ്പോൾ സ്വാദ് ഉച്ചരിക്കുന്ന സമയത്ത് നാവിൻ്റെ പിറകുവശം ഉയരും, നാവിൻ്റെ പിറകുവശം പൊന്തും. ഓക്കെ, അണ്ണാക്കിലോട്ട് ഉയർത്തിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വാദിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. പിന്നെ 3 അക്ഷരത്തിനുള്ളൊരു സ്വഭാവമാണ് എന്ത്, ചൂളമടിക്ക് അല്ലെങ്കിൽ വിസ്ലിംഗ് സൗണ്ട് 3 അക്ഷരത്തിനുണ്ട്. അപ്പോൾ ഈ 3 അക്ഷരത്തിൻ്റെയും മഹ്റജ് നമ്മൾ പറഞ്ഞല്ലോ സെയിം മഹ്റജാണെന്ന്. അപ്പോൾ ഇത് നാവിൻ്റെ ഈ അറ്റം, നാവിൻ്റെ ഈ തുമ്പ് ഏറ്റവും അറ്റഭാഗത്തിന് ഇത് താഴത്തെ വരിയിലെ 2 മുൻപല്ലാണ്. മുൻപല്ലിൻ്റെ മരട്ടിലാണ് അത് വെച്ചിരിക്കുന്നത്. നീയൊരു വായ അടയ്ക്കുന്ന സമയത്ത് 2 പല്ലുകളും തമ്മിൽ മുകളിലത്തെ വരിയിലെ 2 പല്ലും താഴത്തെ വരിയിലെ പല്ലും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും, ചെറിയൊരു വടവുണ്ടാവും. ആ വടവിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ 3 അക്ഷരങ്ങളും പുറത്തു വരുന്നത്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞല്ലോ നാവിൻ്റെ അറ്റത ഈ ഒരു ഭാഗം. ഈ ഒരു അടിയിലുള്ള പച്ച ഭാഗമല്ലേ, അതിനെ റസുല്ലിസാൻ എന്നാണ് പറയുക, റസുല്ലിസാൻ. അപ്പോൾ ഈ 3 അക്ഷരങ്ങളും സീൻ,
സ്വാദ് സായ്. 3 അക്ഷരങ്ങളും നാവിൻ്റെ ഭാഗം ഇതാണ്. നാവിൻ്റെ മഹ്റജ് ഈ 3 അക്ഷരത്തിൻ്റെയും നാവിൻ്റെ മഹ്റജ് എന്ന് പറഞ്ഞാൽ എന്താണ്? റഅ്സുൽ ലിസാൻ. നാവിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം റഅ്സുൽ ലിസാൻ. ഓക്കെ. അപ്പോൾ സ്വാദ് 3 അക്ഷരങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അല്ലേ. അതിൽ സീൻ ആൻഡ് സായ് ലൈറ്റ് ലെറ്റേഴ്സാണ്, ഭാരം കുറഞ്ഞ അക്ഷരങ്ങളാണ്. സ്വാദ് ഭാരം കൂടുതലുള്ള എക്സ്ട്രാ ഹെവി ആയിട്ടുള്ള ലെറ്ററാണ് സ്വാദ്. അപ്പം അതുകൊണ്ടാണ് നാവിൻ്റെ പിറകുവശം ഉയർന്നിരിക്കുന്നത്. അപ്പം നാവിൻ്റെ പിറകുവശം ഉയർന്നിരിക്കും. അതേപോലെ തന്നെ സൗണ്ട് ഇങ്ങനെ അണ്ണാക്കിലോട്ട് അല്ലെങ്കിൽ ഹാർഡ് പാലറ്റിൻ്റെ അടുത്തേക്കാണ് എന്ത് ചെയ്യുക, സൗണ്ടിനെ ഡയറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്വിഫ പഠിക്കുന്ന സമയത്ത് അതൊക്കെ നമ്മൾ പഠിക്കും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഒരു മഹ്റജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നാവിൻ്റെ അറ്റം പല്ലിൻ്റെ അല്ലേ, നാവിൻ്റെ അറ്റം ഇതാണല്ലോ. നാവിൻ്റെ അറ്റം ഈ പല്ല് താഴത്തെ വരിയിലെ പല്ലായത്. ആ പല്ലിൻ്റെ മുകളിൽ അല്ലെങ്കിൽ പല്ലിൻ്റെ ഇതുണ്ട്, പല്ല് വരുന്ന സ്ഥലത്താണ് അത് വെച്ചിരിക്കുന്നത്, നാവ്. ഓക്കെ. അപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഒരു മുകളിലത്തെയും താഴത്തെയും വരിയിലെ പല്ലുകളായത്. ഒരു ചെറിയ ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് വരിക. നമ്മൾ ലാസ്റ്റ് അതിൻ്റെ അസുഫീർ എന്നുള്ള ക്വാളിറ്റി നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടി സൂം ചെയ്തിട്ടുള്ള ഒരു പിക്ചർ കാണിച്ചു തരാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇങ്ങനെയാണ് സ്വാദ് ഹെവി ലെറ്ററാണ്, എക്സ്ട്രാ ഹെവി ലെറ്ററാണ്, കൂടുതൽ ഭാരമുള്ള ഇത്ബാഖ് എന്ന് പറയും. ഇത്ബാഖിൻ്റെ അക്ഷരമാണിത് സ്വാദ്. അപ്പോൾ സ്വാദ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് ഈ നാവിൻ്റെ പിറകുവശം പൊന്തും, അതെല്ലാ ഹെവി ലെറ്ററിനും പൊന്തും. അതേപോലെ തന്നെ ഈ നാവിൻ്റെ സെൻട്രൽ ഭാഗം കുഴിഞ്ഞിട്ട് അവിടെ അങ്ങനെ സൗണ്ട് നിറയുക. ഓക്കെ, നമ്മളിത് നമ്മൾ പഠിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മൾ സ്വാദ് പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നാവിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് ഉണ്ടാവുക. സ്വാദിനെ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് നാവ് കണ്ടില്ലേ, ഇത് നാവിനെ നമ്മൾ അരികു വശവും ഉയരും, ബാക്ക് സൈഡും ഉയരും. കാരണം അത് എക്സ്ട്രാ ഹെവി ലെറ്റർ ആയതുകൊണ്ട് അതിൻ്റെ സൈഡും ബാക്ക് ഭാഗവും എന്ത് ചെയ്യുന്നു, ഒന്നിച്ചാണ് ഉയരുക. ഓക്കെ. നമ്മൾ നാവിനെ പ്രാക്ടീസ് ചെയ്യുക. എങ്ങനെയാണ് നാവിനെ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇത്ബാഖിൻ്റെ ലെറ്റർ ഇപ്പോൾ നമ്മൾ സ്വാദാണ് പഠിക്കുന്നത്. ഏത് ഇത്ബാഖിൻ്റെ ലെറ്റർ ഉണ്ടെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്തും നാവിനെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പരിശീലിക്കുക. അതെങ്ങനെ രണ്ടും സെയിമാണ്. ഒന്ന് ഫ്രണ്ടിൽ നിന്ന് കാണുന്നൊരു വ്യൂ, ഇത് നമ്മുടെ സൈഡ് വ്യൂ ആണ്. നാവിൻ്റെ 2 സൈഡും ഇങ്ങനെ നാവിൻ്റെ നടുക്ക് കുഴിയും 2 സൈഡും ഉയർത്തിയിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്വാദിനെ പ്രൊനൗൺസ് ചെയ്യുന്നത്. സ്വാദ്. ഓക്കെ. സ്വാദ്. സ്വാ അസ് 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 ഒരു ചൂളത്തിൻ്റെ ശബ്ദം ഉണ്ടാവും. അതുപോലെ തന്നെ സ്വാദ് കാറ്റുള്ള ലെറ്ററാണ്. അപ്പോൾ എക്സ്ട്രാ ഹെവി ലെറ്ററാണ്. അസ് അസ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സിഫയും കൂടി പഠിക്കുന്ന സമയത്ത് ആണ് നമ്മൾ കൂടുതൽ നല്ല രീതിയിലുള്ള കൂടുതൽ നന്നായിട്ട് അക്ഷരങ്ങളെ മനസ്സിലാവുക. അതിൻ്റെ സിഫയും കൂടി വരുന്ന സമയത്താണ് നമുക്കതിനെ മനസ്സിലാവുക. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഇതേ മഹ്റജിൽ നിന്ന് വരുന്ന വേറെ രണ്ട് ലെറ്റേഴ്സാണ്. ഈ സ്വാദും സീനും സായും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ സ്വാദ് ഹെവി ലെറ്ററാണ്, ഇത് 2 ലൈറ്റ് ലെറ്റേഴ്സാണ്. സീൻ ആൻഡ് സായ് ലൈറ്റ് ലെറ്റേഴ്സാണ്. ഇതിന് നാവ് സാധാരണ രീതിയിലാണ് നാവ് ഉണ്ടാവുക, ഫ്ലാറ്റായിട്ടുണ്ടാവുക. പക്ഷേ നമ്മൾ അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സെൻറ്ററിൽ കുറച്ച് ഉയർന്നതാണിത്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡ് ഉയരൂല, കാരണം ഇത് ലൈറ്റ് ലെറ്ററാണ്, 2 ലൈറ്റ് ലെറ്ററാണ്. ഇപ്പോൾ ഇവിടെയും നാവിനെ നമ്മൾ പല്ലിൻ്റെതാ
പല്ലിൻ്റെ ഇവിടെയാണ് നാവിനെ കൊണ്ടുവെക്കുക. ഓക്കെ. എന്നിട്ട് ആ മുകളിലത്തെ വരിയിലെ പല്ലും കടഭാഗത്ത് നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, മുരട് എന്നൊക്കെ പറയും ഇതിന്, പല്ലിൻ്റെ ഇവിടെ. ഓക്കെ. അതുപോലെ തന്നെ താഴത്തെ മുകളിലത്തെയും വരിയിലെ പല്ല് തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ സൗണ്ട് ഇതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, പുറത്തേക്ക് വരുന്നത്. സൗണ്ട് ഈ ഒരു ഗ്യാപ്പിലൂടെയാണ്, ഒരു ചെറിയ ഗ്യാപ്പിലൂടെയാണ് സൗണ്ട് പുറത്തേക്ക് പോവുക. ഓക്കെ. അപ്പോൾ ആ സഫീർ എന്നുള്ള ക്വാളിറ്റിയാണ് ഇവിടെ ഒന്നും കൂടി ക്ലിയറായിട്ട് പറയുന്നത്. ഈ 3 അക്ഷരങ്ങൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മുകളിലത്തെ വരിയിലെയും താഴത്തെ വരിയിലെയും മുൻനിരപ്പല്ല്, അല്ലെങ്കിൽ മുൻപിലൂടെയാണല്ലോ കാറ്റ് സൗണ്ട് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ആ പല്ലുകളുടെ ഇടയിലൂടെ, പല്ലിൻ്റെ ചെറിയ വിടവിൻ്റെ ഇടയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, സൗണ്ട് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെന്ത് വരുന്നത്, സഫീർ എന്നുള്ള ഒരു സ്വൈഫ. ആക്ച്വലി ഇതൊരു സ്വൈഫയാണ്. പക്ഷേ അതൊരു അക്ഷരം പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമായതുകൊണ്ടാണ് നമ്മളത്. അതുപോലെ തന്നെ ഈ ഒരു പേര്, ഈ 3 ലെറ്റർ മാത്രമുള്ളൊരു ക്വാളിറ്റിയാണിത്, അസ്സഫീർ. ഓക്കെ. അപ്പോൾ നമ്മൾ സീനെ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അസ്, അസ്, സൈ, അസ്, അസ്. സ്വാദാണെങ്കിൽ അസ്, അസ്. അങ്ങനെയാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് മനസ്സിലായിട്ടുണ്ടാവുമായിരിക്കുക. നമ്മൾ കൂടുതൽ സിഫയും കൂടി പഠിക്കുന്ന സമയത്ത്, ഇതാണ് ഇത്ബാഖിൻ്റെ അസ്സഫീർ ക്വാളിറ്റി. അസ്സഫീറിൽ നമ്മൾ കുറച്ചും കൂടി ക്ലിയറായിട്ട് സൂം ചെയ്തൊരു പിക്ചറാണ്. നാവ് ഇതാ കിടക്കുന്നത് ഇവിടെയാണ്, നാവിൻ്റെ തുമ്പ് ഇവിടെയാണ് കിടക്കുന്നത്. ഇത് മുകളിലത്തെ വരിയിൽ പല്ല്, താഴത്തെ വരിയിൽ പല്ല്. അപ്പോൾ ഈ ഒരു ചെറിയ ഗ്യാപ്പിൻ്റെ ഇടയിലൂടെ സൗണ്ട് ബോക്സ് നിന്നാണല്ലോ, വോക്കൽ കോഡ് നിന്നാണ് സൗണ്ട് പുറപ്പെടുക. വോക്കൽ കോഡ് നിന്നാണ് അങ്ങനെ പുറപ്പെട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ ഇങ്ങനെ പുറത്തേക്ക് പോകും. അപ്പോൾ ആ ഒരു ചെറിയ ഗ്യാപ്പിലൂടെ പോകുന്നത് കൊണ്ടുള്ള ഒരു ക്വാളിറ്റിയാണ് എന്ത്, അസ്സഫീർ. ഓക്കെ. അപ്പോൾ വിശുദ്ധ ഖുർആനിലുള്ള അക്ഷരങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ പഠിച്ച് മനസ്സിലാക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ വിശുദ്ധ ഖുർആനെ പാരായണം ചെയ്യാനും ഉള്ളൊരു സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല തരട്ടെ. അതേപോലെ തന്നെ ഓരോ അക്ഷരത്തിനും അല്ലാഹു നമുക്ക് നൽകാമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രതിഫലം അത് നേടിയെടുക്കാനുള്ള സൗഭാഗ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കട്ടെ. آمين 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 برحمتك يا أرحم الراحمين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحانك اللهم وبحمدك نشهد لا إله إلا أنت ونستغفرك ونتوب إليك. السلام عليكم ورحمة الله وبركاته.